ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ലീഡ് കോഡ് 34 ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പൊസിഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ സോർട്ടഡ് അറേ. ഒരു അറേ തന്നിട്ടുണ്ട്, സോർട്ടഡ് ആയിരിക്കും അസെൻഡിങ് ഓർഡറിൽ. അതിൽ ഒരു ടാർഗറ്റ് വരും. ഈ ടാർഗറ്റിന്റെ ഫസ്റ്റ് പൊസിഷനും ലാസ്റ്റ് പൊസിഷന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എത്ര തവണ വേണമെങ്കിലും ഈ ടാർഗറ്റ് വരാം. എത്ര തവണ വന്നാലും ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് എലമെന്റ് റിട്ടേൺ ചെയ്യാം, ലാസ്റ്റ് പൊസിഷൻ ലാസ്റ്റ് എലമെന്റ് റിട്ടേൺ ചെയ്യാം. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 0 1 2 3 അല്ല 3 റിട്ടേൺ ചെയ്യും. 0 1 2 3 4 റിട്ടേൺ ചെയ്യും. അതാണ് ക്വസ്റ്റ്യൻ. അതിപ്പോൾ അങ്ങനെ എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 2 -1 റിട്ടേൺ. നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് യു മസ്റ്റ് റൈറ്റ് ദ അൽഗോരിതം ഇൻ ഓഫ് ലോഗ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ ഇത് ബൈനറി സെർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം. ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതം ലാമിയ റിസർച്ചിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ലോഗ് ആണ്. മാത്രമല്ല ഈ അറേ സോർട്ടർ ആണ്. ഡിക്രീസ് മാത്രം സോർട്ടർ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? നമുക്ക് ഇത് ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാം, പിന്നെ ലാസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാം. ബൈനറി സെർച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഇതിലും ഹാഫ് ചെയ്ത് നമ്മൾ മിഡ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ നോക്കും. ആദ്യം കീ സിക്കൽ കീ ആണോ നോക്കും, ടാർഗറ്റ് ആണോ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ പോകും, ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പോകും. അതാണ് ബൈനറി സെർച്ച്. ബൈനറി സെർച്ച് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കുക? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എലമെന്റിനെ മിഡ് എടുക്കുമല്ലോ. മിഡ് എലമെന്റ് നമ്മളൊരു ടാർഗറ്റ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ റൈറ്റിലേക്ക് പോകരുത്, ലെഫ്റ്റിൽ തന്നെ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഒക്കറൻസ് കിട്ടും. കാര്യം ഇത് സോർട്ടഡ് ആണല്ലോ. നമ്മൾ അതേസമയം ലാസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാനാണെങ്കിലും എലമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റിലോട്ടേ ചെക്ക് ചെയ്യാവും, ലെഫ്റ്റിലോട്ട് ചെക്ക് ചെയ്യരുത്. റൈറ്റിലോട്ട് മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒക്കറൻസ് കിട്ടും. കാര്യം ലാസ്റ്റ് ഒക്കറൻസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്നതായിരിക്കുമല്ലോ. ഏറ്റവും അവസാനം സോർട്ടഡ് ആയതുകൊണ്ട് ഏറ്റവും അവസാനമായിരിക്കും ലാസ്റ്റ് ഒക്കറൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ റൈറ്റിലോട്ട് മാത്രം ചെക്ക് ചെയ്ത് പോകും. റൈറ്റിലോട്ട് മാത്രം ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തൊക്കെ കിട്ടുന്നു അതാണ് ലാസ്റ്റ് ഒക്കറൻസ്. അപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്തായാലും ഒരു വെക്ടറാണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമുക്ക് വെക്ടർ ഇനിഷ്യലൈസ് ചെയ്യാം. അതായത് നമുക്ക് ഫസ്റ്റ് ഒക്കറൻസും പുഷ് ബാക്ക് ചെയ്യുന്നു, ലാസ്റ്റ് ഒക്കറൻസും പുഷ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഴുതാം. ഫസ്റ്റ് ഒക്കറൻസിൻ്റെ ഫംഗ്ഷൻ എഴുതാം. ഫസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം വെക്ടർ ഇൻറ്റ് റിസീവ് ചെയ്യുന്നു. ഇത് സെയിം സാധനം. ഇവിടുത്തെ ഇത് സെയിം സാധനമാണ് ഇവിടെ റിസീവ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പോകുന്നു. ഫൈൻ ഫസ്റ്റ് നംസ് ടാർഗറ്റ് ഈ മെത്തഡിനകത്ത് അയക്കുന്നു. അത് ഇവിടെ കിട്ടുന്നു. ഈ വാല്യൂസിനകത്ത് പോകും. ഓക്കെ, ഫൈൻ ഫസ്റ്റ് നംസ് ടാർഗറ്റ് ഫൈൻ ഫസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് ബൈനറി സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ബൈനറി സെർച്ചിനെ ചെയ്യേണ്ടത് നമുക്കെല്ലാം അറിയാമെങ്കിൽ സ്റ്റാർട്ട് ഇൻഡെക്സ് വേണം, ലാസ്റ്റ് ഇൻഡെക്സ്, എൻഡിങ് ഇൻഡെക്സ് വേണം, ഒരു മിഡ് വേണം. മിഡിന്റെ ഫോർമുല എസ് പ്ലസ് ഇ ബൈ 2. ഇതാണ് മിഡിന്റെ ഫോർമുല. പക്ഷേ എസ് പ്ലസ് ഇ ചെയ്യുമ്പോൾ അഥവാ നമ്മൾ ഇൻഡിജറിന് പുറത്തു പോയാലോ, എസ് -2 -31 -1 ആണ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഇതാവാൻ ചാൻസ് ഉണ്ട്, ഔട്ട് ഓഫ് ബൗണ്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടൈമിന് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത് എഫ് പ്ലസ്
ഇ മൈനസ് എസ് ബൈ ടു. ഇതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു ഫോർമുല. ഇതാകുമ്പോൾ ഔട്ടർ ബൗണ്ട്സ് പോകത്തില്ല. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. നമ്മൾ രണ്ട് എലമെന്റിന്റെ നടുക്കുള്ള പോയിന്റ് എടുക്കുകയാണ്. അതായത് ഈ സ്റ്റാർട്ടിങ്ങിന്റെ എൻഡിന്റെയും മിഡ് പൊസിഷനുള്ള എലമെന്റ് എടുക്കുന്നത്. സ്റ്റാർട്ടിങ് മൈനസ് എൻഡിങ് ചെയ്താലും, സോറി, സ്റ്റാർട്ടിങ് പ്ലസ് എൻഡ് ബൈ ടു ചെയ്താലും, സ്റ്റാർട്ട് പ്ലസ് ഇ മൈനസ് എസ് ബൈ ടു ചെയ്താലും ഒരേ ആൻസർ കിട്ടുന്നു. പക്ഷെ ഇത് സേഫ് ഫോർ ഓവർഫ്ലോയിന് സേഫ് ആയിട്ട് റിയൽ ഫോർമുലയാണ്. നമുക്ക് അടുത്തത് ബൈനറി റിസർച്ച് തുടങ്ങാം. ബൈനറി റിസർച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാർട്ട് ലെസ് ആർ ഈക്വൽ ടു എൻഡ് വരെയാണ് നമ്മൾ ബൈനറി റിസർച്ച് പോകുന്നത്. നമുക്കിന്നത് ആദ്യം ചെക്ക് ചെയ്യണം. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നംസ് ഓഫ് മിഡ് ഈക്വൽ ടു കെ ആണ്. അതാണ് ടാർഗറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എൽസ് ഇഫ് നംസ് ഓഫ് മിഡ് ലെസ് ദാൻ കെ ആണെങ്കിൽ ഒരു കണ്ടീഷൻ, അഥവാ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ വേറൊരു കണ്ടീഷൻ. ഈ മൂന്ന് കണ്ടീഷൻ എഴുതുന്നുണ്ട്. ഈ മൂന്ന് കണ്ടീഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാം. നമുക്കൊരു ആൻസർ കൂടെ ഇനിഷ്യലൈസ് ചെയ്യാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടി. -1 ഇനിഷ്യലൈസ് ചെയ്യാം. ഒന്നും ആയില്ലെങ്കിൽ നമുക്ക് -1 കിട്ടും. എന്നിട്ട് നമുക്ക് ഈ അറയുടെ ഇതിനകത്ത് ഇവിടെ മിഡ് ഈസ് ഈക്വൽ ടു ഇതേ സെയിം സാധനം കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. കാര്യം നമ്മൾ ഓരോ തവണ സ്റ്റാർട്ടും എൻഡും അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ മിഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും. ഇങ്ങനെയാണ് ബൈനറി റിസർച്ചിന്റെ ഒരു സ്കെലിറ്റൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് വരുന്നത് നമുക്ക് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞില്ല, ഇത് ഫസ്റ്റ് ഒക്കറൻസ് ആണ്. അപ്പോൾ നമ്മളത് അഥവാ നമ്മളൊരു കീ കണ്ടു കഴിഞ്ഞാൽ, മിഡ് നമ്മുടെ കീ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് നോക്കരുത്, ലെഫ്റ്റ് മാത്രം നോക്കി പോകും. അപ്പോൾ നമ്മൾ ആൻസർ മിഡ് ആക്കും. ഫസ്റ്റ് കിട്ടിയല്ലോ, നമുക്ക് ആദ്യം മിഡിൽ നമുക്ക് വേണ്ട ടാർഗറ്റ് കിട്ടിയില്ല. അപ്പോൾ ആൻസർ മിഡ് ആക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് മാത്രം നോക്കാനായിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു മിഡ് മൈനസ് ഒന്നും കൂടെ എഴുതും. അപ്പോൾ ലാസ്റ്റ് എലമെന്റ് എന്തായി? ലാസ്റ്റ് എലമെന്റ് മിഡിന് മുമ്പായി. ലാസ്റ്റ് എലമെന്റ് ഇവിടെ നിന്ന് മിഡിൽ പോയതായിരുന്നെങ്കിൽ ലാസ്റ്റ് എലമെന്റ് ഇവിടെ നിന്ന് ലാസ്റ്റ് മിഡ് മൈനസ് ഒന്നാകുമ്പോൾ ഇവിടെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ഇത് മാത്രമേ പിന്നെ നോക്കത്തുള്ളൂ. ഈ ഒരു സൈഡ് മാത്രം, ലെഫ്റ്റ് സൈഡ് മാത്രമേ നോക്കത്തുള്ളൂ. ഫസ്റ്റ് ഒക്കെ പഠിക്കാനാണെങ്കിൽ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് മാത്രമേ നോക്കാവൂ. പക്ഷെ ബാക്കി എല്ലാ സ്റ്റെപ്സും അതുപോലെ തന്നെ എഴുതും. ഇപ്പം മിഡ് ലെസ് ദാൻ കെ ആണ്. ലെസ് ദാൻ കെ ആണെങ്കിൽ നമുക്ക് പിന്നെ നോക്കേണ്ട റൈറ്റ് സൈഡല്ലേ. നമ്മൾ എസ് ഈക്വൽ ടു മിഡ് +1. ലെസ് ദാൻ കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ലെസ് ദാൻ കെ ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കണ്ടേ. അതുകൊണ്ട് മിഡ് എസ് ഈക്വൽ മിഡ് പ്ലസ് കെ. ലെസ് ദാൻ കെ എന്ന് പറയുമ്പം ടാർഗറ്റ് ലെസ് ആണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കെ ആണ്. മിഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ കെ ആണ്. അതായത് നമുക്ക് കിട്ടിയ മിഡ് വാല്യൂ ടാർഗറ്റിനെക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് എസ് ഈക്വൽ മിഡ് +1. അത് കഴിഞ്ഞിട്ട് അഥവാ മിഡ് ടാർഗറ്റിനെക്കാട്ടി വലുതാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡാണ് പിന്നെയും നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈക്വൽ പിന്നെയും മിഡ് -1. ഇതിൽ ബൈനറി റിസർച്ചിന് ഒരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ള ഈ ഒരു ഫോർമുല മാത്രം, ഈ ഒരു ഇത് മാത്രം. കാര്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് മാത്രം ചെക്ക് ചെയ്യാനായിട്ട്, ഫസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് സൈഡ് മാത്രം ചെക്ക് ചെയ്താൽ വേണ്ടി ഈ ഒരു ഫോർമുല ഉപയോഗിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. പക്ഷെ ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കണം. നമുക്കിത് നേരെ കോപ്പി ചെയ്യാം. എൻ്റെ പേര് ഫൈൻ ലാസ്റ്റ് എന്നറിയാം. എന്നിട്ട് ഇവിടെ ചെറിയ വ്യത്യാസം വരുന്നു. ലാസ്റ്റ് ഒക്കറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കി പോകരുത്, റൈറ്റ് സൈഡ് നോക്കി പോകണം. അപ്പോൾ നമ്മൾ എസ് ഈക്വൽ മിഡ് +1 ഇതങ്ങോട്ടും ഈ സെയിം സാധനം ഇവിടെ അങ്ങോട്ടും. അപ്പോൾ നമ്മൾ അഥവാ ഇത് ഒരു തവണ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ നോക്കത്തുള്ളൂ. റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിലോട്ടുള്ള എത്ര ആൻസർ ഉണ്ടെങ്കിലും അത് മിഡിനകത്ത് പതിഞ്ഞോളും. ഏറ്റവും ലാസ്റ്റ് ഓറൻസ് ഈ ഒരു ഫോർമുല വെച്ച് ഈ ഒരു വെച്ച് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ പുഷ് ബാക്കിങ് സമയത്ത് ഫൈൻ ലാസ്റ്റ് കൊടുക്കാം. റണ്ണിങ് നോക്കാം. വേണ്ടി നോക്കാം.
ഓക്കെ.